ഏതെങ്കിലും തരത്തിൽ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഇന്നലെ വന്നിരുന്നോ? ഓർത്തെടുക്കാനായിട്ട് ഞാൻ കണ്ടിട്ടില്ല, അതാണ് പറഞ്ഞത്. വരാൻ സാധ്യതയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിലില്ല. കാര്യം ഇതങ്ങനെ പോകുന്നൊരു സാധനമല്ല. ഈ CCTV വല്ലതും ഉണ്ടോ ഇവിടെ? ഇല്ല, CCTV ഇല്ല. പോലീസ് വന്ന് ബന്ധപ്പെട്ടോ? ആരും വന്നിട്ടില്ല. എല്ലാവരും വന്നിട്ടില്ല എന്ന് ചോദിച്ചില്ല. ഇപ്പോൾ നിങ്ങൾ തന്നെയാണ് വരുന്നത്. ഈ സ്റ്റാഫുകളോട് ചോദിച്ചോ ഓർമ്മയുണ്ടോ? ചോദിച്ചാൽ അവരൊന്നും അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ ഓർമ്മയിലെങ്ങും ആരുമില്ല. ചേട്ടാ, ഈ കൊലപാതകത്തെ കാര്യമൊക്കെ അറിഞ്ഞല്ലോ. അപ്പോൾ ഈ ഇവിടെ നിന്നാണ് വാങ്ങിയത്, ചുറ്റിക വാങ്ങിയത് എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ചേട്ടനാണോ എടുത്തു കൊടുത്തത്? അങ്ങനെ വന്നിരുന്നു? നമ്മൾ ഈ ഒന്നാമത് ആണി കമ്പി ചുറ്റിക എല്ലാവരും കൊടുക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ആരാണ് വന്നാണ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഹെൽമെറ്റ് വെച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ വേണം, അതൊന്നും അറിയാം. നിലവിൽ CCTV ഒന്നുമില്ല? ഇല്ല, ഇവിടെ ഇല്ല. ഓർത്തെടുക്കാൻ കഴിയുന്നതുമില്ല. ഓർത്തെടുക്കാൻ കഴിയണമെന്നില്ല. ഈ ഒറ്റ ഫ്രെയിമിൽ തന്നെ നമുക്ക് ഈ രണ്ട് കടകളും കാണിക്കാൻ കഴിയും. ആണ്ടവ സ്റ്റോഴ്സ്, അതുപോലെ തന്നെ ആണ്ടവ സ്റ്റോഴ്സ് പാത്രക്കട എന്നുള്ള രണ്ട് കടകളാണ്. ഈ രണ്ടാമത്തെ കടയിലൂടെ ഉടമയോടുകൂടി നമുക്കൊന്ന് ചോദിക്കാവുന്നതാണ്. അദ്ദേഹവും നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ഇവിടെ എത്തിയില്ല എന്നാണ് പറഞ്ഞത്. ചേട്ടാ, അപ്പുറത്തൊരു ആണ്ടവ സ്റ്റോഴ്സ് ഉണ്ട്, ഇത് പാത്രക്കടയാണെന്ന് പറയുന്നു, ചുറ്റിക ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അഫാൻ ഇവിടെ വന്നതായിട്ട് ഓർമ്മയില്ല? ഓർമ്മയില്ല. ഇവിടെ ഈ പരിസരത്ത് വെച്ച് കണ്ടിട്ടുണ്ടോ? പരിചയമുണ്ടോ പുള്ളി? ഇല്ല, എനിക്ക് നല്ല പരിചയമില്ല. ഞാനിപ്പോൾ കുറച്ച് കാലമേ ആയുള്ളൂ ഇവിടെ വന്നിട്ടെന്ന് പറഞ്ഞാൽ ഈ കടയിൽ വന്നിട്ട്. ഈ ആണ്ടവ സ്റ്റോഴ്സ് രണ്ടുണ്ടെങ്കിൽ ഇത് പ്രധാനമായും പാത്രങ്ങളാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. ആദ്യം നമ്മൾ സംസാരിച്ച ആണ്ടവ സ്റ്റോഴ്സിലാണ് ഈ മറ്റ് ആണി, അതുപോലെ തന്നെ ചുറ്റിക, ഇരുമ്പ് സാമഗ്രികളൊക്കെ തന്നെ കച്ചവടം ചെയ്യുന്നത്. ഈ രണ്ട് കടകളിലും എത്തിയതായി ഓർമ്മിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ ആദ്യത്തെ കടയിൽ നിന്നാണ് പോലീസ് ഉറപ്പിച്ച് പറയുന്നത്. പക്ഷേ ഇവിടെ നിരവധി പേർ കച്ചവടത്തെ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായിട്ടുള്ളൊരു ഓർമ്മയില്ല, സ്റ്റാഫിനും ഓർമ്മയില്ല എന്നുള്ളതാണ്